ഹലോ ഗൈസ്, ഐ എം മനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് CPASൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവനായും തന്നെ കാണാൻ ശ്രമിക്കാം. നമുക്കറിയാം CPASൽ ട്രയൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ്, ലോഗിൻ ID അതെല്ലാം വെച്ച് ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റും മറ്റു കാര്യങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. ട്രയൽ റാങ്ക് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അതിലെന്തെങ്കിലും സംശയം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന റാങ്കിലോ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CPASുമായിട്ട് ഓഗസ്റ്റ് 9 മുന്നേ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സംശയം തിരുത്താനും അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടായെങ്കിൽ അത് റെഡിയാക്കാനും സാധിക്കുന്നതാണ്. ഓഗസ്റ്റ് 9 വൈകിട്ട് 4 മണി വരെ മാത്രമാണ് ഈ ട്രയൽ റാങ്ക് ലിസ്റ്റിലെ തിരുത്തുകൾ, അതായത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്, നിങ്ങളുടെ റാങ്ക് അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓഗസ്റ്റ് 9 ശേഷമായിരിക്കും എന്ത് വരുന്നത്, ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ആ ഫൈനൽ റാങ്ക് ലിസ്റ്റിലെ റാങ്ക് എന്താണോ അതാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റിലോട്ടും മറ്റ് അഡ്മിഷൻ പ്രൊസീജിയറുകളിലോട്ടും പരിഗണിക്കുന്നുണ്ടാവുക. അപ്പോൾ ട്രയൽ റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും മാർക്കിൽ മിസ്റ്റേക്ക് ഉള്ളവർ ഇപ്പോൾ തന്നെ CPASനെ കോൺടാക്റ്റ് ചെയ്യുക, എന്നിട്ട് അതെല്ലാം കറക്റ്റാക്കുക. ഇപ്പോൾ ഓഗസ്റ്റ് 9 മുന്നേ കറക്റ്റ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് കുറച്ച് കുറഞ്ഞു പോയി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഓഗസ്റ്റ് 9 ശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓഗസ്റ്റ് 9 ശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നതായിരിക്കും. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ കൗൺസിലിംഗ് മെമ്മോയും മറ്റും കിട്ടുന്നത്. അപ്പോൾ CPASൽ അപ്ലൈ ചെയ്തവരെല്ലാവരും തന്നെ എന്ത് ചെയ്യുക, അവരുടെ മെയിൽ ID കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. CPASന് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവർ മെയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും മെയിലിൽ കണ്ടിന്യൂസ്ലായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 9 ശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. അതിന് ശേഷമായിരിക്കും അലോട്ട്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൗൺസിലിംഗ് മെമ്മോ നിങ്ങൾക്ക് മെയിൽ ചെയ്ത് തരും. കഴിഞ്ഞ വർഷമൊക്കെ ഫസ്റ്റ് ഇതിലേക്ക് വന്നതെന്ന് പറയാൻ ഫസ്റ്റ് 300 റാങ്ക് ഉള്ളവരൊക്കെയാണ് അഡ്മിഷൻ കിട്ടിയിരുന്നത്. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. കൗൺസിലിംഗ് മെമ്മോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ CPASനെ അലോട്ട് ചെയ്തിട്ടുള്ള കോളേജിൽ ചെന്ന് ടോക്കൺ ഫീ അടച്ച് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എല്ലാവരും തന്നെ മെയിലെല്ലാം കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തിരിക്കുക. പിന്നെ LBSൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത്, LBS കറക്ഷൻ ടൈം തന്നിരുന്നത് ഇന്നലെ വൈകിട്ട് 5 മണി വരെ ആയിരുന്നു. അതായത് ഓഗസ്റ്റ് 7 വൈകിട്ട് 5 മണി വരെ ആയിരുന്നു. പക്ഷേ അത് LBS എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഓഗസ്റ്റ് 8 അതായത് ഇന്ന് ഒരു ദിവസം കൂടെ LBS നമുക്ക് കറക്ഷൻ ചെയ്യാൻ സമയം തന്നിട്ടുണ്ട്. സോ ഇനി ആരും കൺഫേം ചെയ്തിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ ചെയ്തിട്ട് കൺഫേം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്കിടയിൽ കമൻറ്റായിട്ട് ചോദിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്